Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗത്തെ ഓർത്ത് സന്തോഷമുള്ളവർ ഒരു കരങ്ങളെ തട്ടി കർത്താവിന് മകത്വം കൊടുക്കാം. ഭാരങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും ആമേൻ ഒരു പകൽ ആമേൻ നമ്മെ വിട്ട് കടന്നുപോയി. പലരും കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിച്ച നമ്മുടെ കർത്താവിന് കരങ്ങളെ തട്ടി ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ കണ്ണിന്മേൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും പരിപാലിച്ച ദൈവം ഹല്ലേലൂയ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ സമപ്രായത്തിലുള്ള പലരും പ്രതീക്ഷകൾ തകർന്ന് ആമേൻ പ്രത്യാശയില്ലാത്തവരായി നിരാശയോടായിരിക്കുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട ആമേൻ സ്തുതി സ്തോത്രയാഗങ്ങളിൽ വർഷം ചെയ്യുവാൻ അതേ ശക്തനായ ദൈവം ഇന്ന് രാത്രി മൗനമായി ഇരിക്കരുതേ. ആമേൻ ആപത്തുകൾ നിറഞ്ഞ ലോകത്ത് നിന്റെ തലമുറയെ സൂക്ഷിച്ചെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ കൂടപ്പറപ്പിന് നിന്റെ മാതാപിതാക്കളെ അവിടെവിടങ്ങളിൽ ദൈവം സൂക്ഷിച്ചെങ്കിൽ അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളെങ്ങി സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാൻ ഒരു രാത്രി കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഇന്ന് രാത്രി ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വരും ദിവസങ്ങളിൽ വീഡിയോ കാണുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമുണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. രോഗികളായ ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ഭീതിപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ആരെങ്കിലും തളർത്തിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്ന ജീവന്റെ വചനം വള്ളിപുള്ളി മാറാതെ ഇന്ന് രാത്രി വ്യക്തി ജീവിതങ്ങളിൽ അതിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ശുശ്രൂഷിപ്പാൻ അടിയന് കൃപ നൽകിയാണ്. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആ ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും ചില പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ, ഭവനങ്ങളിൽ, വ്യക്തികളിൽ, തലമുറകളിൽ വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ആദ്യോടൊപ്പം പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശ്വര കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ചോണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ചിരിച്ചോണ്ട് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആശ്വാസത്തിൽ നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൽ നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന നിന്നെ
നിന്നെ വിളിച്ചിടുന്നു. എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ശ്രീ യേശുനാഥന്റെ ആമേൻ മൃദുസ്വരം ഇന്ന് രാത്രിയിലും ഈ ലൈവിലൂടെ കേൾക്കുവാൻ ക്രമീകരണം ഒരുക്കിയ സർവശക്തനായ ദൈവത്തിന് ആ കരകളെ തട്ടി ഒരിക്കൽ കൂടെ മഹത്വം കൊടുക്കാത്ത ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ആമേൻ ആമേൻ കടക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ വായിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നാവിന് കടിഞ്ഞാണിട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അല്ല, നിങ്ങൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടാണോ സംസാരിക്കാറുള്ളത്? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഇപ്പോഴും ഭയവുമായി അതേ പൊരുതം ആമേൻ അതെ കൊണ്ടിരിക്കുകയാണോ? ആമേൻ. ഹല്ലേലൂയ. അതെ, വിവിധ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. രണ്ട് ചോദ്യമാണ്. അതെ, നിങ്ങളുടെ വായ ശ്രദ്ധ നൽകിയിട്ടുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ചിലരുണ്ട് ആമേൻ കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയുന്നവർ. ഇന്ന് രാത്രി സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ പാടി ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ചിലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന വരത്തില്ലെന്നേ, ചിലരോട് പാടാൻ പറഞ്ഞ പാടാൻ പറ്റത്തില്ലെന്നേ, ചിലരോട് പ്രസംഗിക്കാൻ പറഞ്ഞ പ്രസംഗിക്കത്തില്ലെന്നേ. മിണ്ടരുതെന്ന് പറഞ്ഞ നായി കുറയ്ക്കുന്നത് പോലെ കുറയ്ക്കുന്നവരുണ്ട്. ആമേൻ. കുറയ്ക്കാൻ പറയണ്ട. ഹല്ലേലൂയ. ഒന്ന് പറയുമ്പോ 10 പറയുന്നവരുണ്ട്. പറയാൻ പറയണ്ട. എന്നാൽ ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിച്ച് പറയാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. ആമേൻ. ഒന്ന് പാടാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒക്കത്തില്ല. കാരണം നിന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് ആത്മാവിൽ അതെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാ. ഇന്ന് രാത്രി ആത്മാവിൽ അതെ നിറഞ്ഞു പാടുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ ശ്രദ്ധ നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഭയവുമായി ആമേൻ അതെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ,
സങ്കീർത്തനം 27:1 ഇങ്ങനെ കാണുന്നു, യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെയാണ് ഭയപ്പെടുക? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെയാണ് ഭയപ്പെടുക? ആമേൻ. ഇന്നും പകലിലും ഭയപ്പെട്ട അനേകര് ആമേൻ മുമ്പോട്ട് അത് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുമ്പോൾ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കൂ, ഞാൻ നിന്നെ ശക്തീകരിക്കൂ, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. സ്നേഹിത, ഉടപ്പുറപ്പേ, മാതാവേ, പിതാവേ, അഭിഷക്തരെ, നീ ഭയപ്പെട്ടിരിക്കുകയാണോ? ഭയം കൂടാതെ കണ്ട് മുമ്പോട്ട് നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ അതരങ്ങളെ തുറന്ന് കരകളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, നമുക്ക് ആശ്വാസത്തിന്റെ സന്ദേശവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന ആ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ആമേൻ. ഒരു ശിശു എന്ന നിലയിൽ ആമേൻ എപ്പോഴും ആമേൻ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. ആമേൻ. രണ്ട് തരത്തിലുള്ള ഭയം, ഒന്ന് പോസിറ്റീവ് ആകാം, രണ്ട് നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ഭയം എന്ന് പറയുന്നത് ദൈവ വചനത്തെയും ദൈവത്തെയും ഉള്ള ഭയമാണ്. മാതാപിതാക്കളെ ആമേൻ ഉള്ള ഭയമാണ് ആമേൻ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഭയം ഒരുവനെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയായി വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. എന്നാൽ നെഗറ്റീവ് ഭയം എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, പോസിറ്റീവ് ഭയം ആമേൻ അതെ വിശുദ്ധ തിരുവഴുത്തിനകത്ത് ദൈവ ഭയം എന്ന് വിളിക്കുന്നു. അതായത് അത്യുന്നതനായ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയും ഹല്ലേലൂയ ആമേൻ തിന്മ ചെയ്യുന്നതിൽ നിന്ന് വിട്ട് നിൽക്കുന്നതിലൂടെയും ആമേൻ അതെ ലഭ്യമാകുന്ന ഒരു ഭയമാണ് ദൈവ ഭയം. ഹല്ലേലൂയ. ദൈവ ഭയമുള്ളവർ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അതെ നെഗറ്റീവ് ഭയം ആമേൻ അത് ഈവിൽ സ്പിരിറ്റിൽ നിന്ന് വരികയാ, അത് അശുദ്ധാത്മാവിൽ നിന്ന് വരികയാ, അത് ഭൂതാത്മാവിൽ നിന്ന് വരികയാ, ആകെ മൊത്തം ടോട്ടൽ പറഞ്ഞാൽ പിശാചിൽ നിന്ന് വരികയാ. ഹല്ലേലൂയ. അപകടമോ വേദനയോ ഉപദ്രവമോ മൂലമുണ്ടാക്കുന്ന അസുഖകരമായ വികാരമാണ് ആമേൻ അതെ ശരിയായ നടപടികൾ എടുക്കുവാൻ ഒരാളെ ആമേൻ അതെ പ്രാപ്തമാക്കുന്നു. ഹല്ലേലൂയ. അതെ ഭയത്തോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നു ആമേൻ അതെ ഭയത്തിനകത്ത് നിരാശപ്പെട്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് അത് കടന്നു ചെല്ലുന്ന ആമേൻ നെഗറ്റീവ് ചിന്തകൾ അതെ ഹൃദയത്തെ അഭിസംബോധന ചെയ്യുവാൻ ഹല്ലേലൂയ പിശാച് അതെ വിവിധ നിലകളിൽ ഊടാടി പ്രതിയോഗിയായി എഴുന്നേറ്റ് അനേകരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഉയരത്തിലെ ചിന്തകളാൽ പോസിറ്റീവ് എനർജി നൽകി ആമേൻ നിന്നെ ശക്തീകരിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിലൂടെ വിശ്വസിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നതിനായി ശത്രു നിങ്ങളെ എപ്പോഴും ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമെന്ന് ഓർക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് അത് രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു വഴി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട യേശു എന്ന നാമമുള്ളവനെ അറിയുക. യേശു പറഞ്ഞു, ഞാൻ വഴിയാ, ഞാൻ സത്യമാ, ഞാൻ ജീവനാ. ഇന്ന് രാത്രി ഏകനാൽ ഹല്ലേലൂയ ആമേൻ അതെ അനുസരണക്കേടിലേക്ക് ആമേൻ നയിച്ചുകൊണ്ടിരുന്ന ദുഷ്ട പിശാചിനെ പരാജയപ്പെടുത്തി നിത്യജീവൻ അവകാശിയാക്കി മാറ്റിയ ദൈവകൃപ അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. വചനം പറയുന്നു ഹല്ലേലൂയ അത് ജീവന്റെ പ്രകാശം. ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളുടെ പ്രകാശവും രക്ഷയും ശക്തിയും ഹല്ലേലൂയ ആയി ആമേൻ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്നുള്ള ആമേൻ അതെ എല്ലാ ദുഷിച്ച ചിന്തകളും ആമേൻ വെളിയിൽ പോകുവാനുള്ള ഏക വഴി ആമേൻ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാ. ഹൃദയത്തിന്റെ എല്ലാ അന്ധകാരത്തെയും അകറ്റാനുള്ള വെളിച്ചമാണ് ജീവന്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ഈ മീഡിയയിലൂടെ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിന്റെ അകത്ത് ഇരുള് മാറി നിന്റെ അകത്ത് നിത്യ വെളിച്ചം സത്യ വെളിച്ചം യേശു ആമേൻ യേശുവിന്റെ വചനം അത് നിറയപ്പെടുമ്പോ നിന്നെ അലട്ടുന്ന ഭയത്തിനകത്ത് നിന്ന് നീ വിടുതൽ പ്രാപിക്കുകയാ. ഹല്ലേലൂയ. യോഹന്നാൻ അത് 1:5 ആമേൻ യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷ
രക്ഷയാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. അതിനാൽ അവനിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അത് വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ അവനിൽ നിന്ന് പഠിക്കുകയും അവനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകുവാൻ, അതെ, നിങ്ങളെ ശക്തീകരിപ്പാൻ, നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അവനിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആമേൻ, അവന്റെ വചനത്തിലൂടെയും അവനുമായുള്ള കൂട്ടായ്മയിലൂടെയും, ഹല്ലേലൂയ, അവനോട് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന രോഗത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ആമേൻ, നിങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന, വിശ്വസിക്കുന്ന, അനുസരിക്കുന്ന ഏത് വ്യക്തിയുടെ മേലും അത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ അടിമകളാക്കുവാൻ ഭയം അനുവദിക്കുന്നതിനേക്കാൾ ഭയത്തിന്റെ നടുവിൽ ശരിയായ കാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ധൈര്യത്തോടെ അതെ ദൈവവചനം അത് സംസാരിക്കുവാൻ, ധൈര്യത്തോടെ ആരാധിക്കുവാൻ, ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ആമേൻ ഒരു ആത്മീയ മനുഷ്യനെ നിങ്ങളുടെ അകത്ത് ഉരുവാക്കി ആത്മീയ മനുഷ്യനെ വളരുവാൻ ഉതകുന്ന ജീവന്റെ വചനം ഇന്ന് രാത്രിയിൽ കേൾക്കുവാൻ അവസരമൊരുക്കിയ കർത്താവിന് കരമടിച്ച് മഹത്വം കൊടുക്കാത്ത ശ്രോതാക്കളായ എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയാൽ അനുഗ്രഹിക്കുവാനായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവീയ ശബ്ദം, മരങ്ങളെ തോലിരിക്കുമാറാക്കിയ ദൈവീയ ശബ്ദം, ആമേൻ, ഇന്ന് രാത്രി ആമേൻ അതെ വ്യക്തി ജീവിതങ്ങളുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടയാകട്ടെ. ആമേൻ. അതെ നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റിയ ദൈവവചനത്തിന്റെ ശക്തി, മരിച്ചവരെ ഉയർപ്പിച്ച ദൈവവചനത്തിന്റെ ശക്തി, അലാസറിനെ പുറത്തെടുത്ത ദൈവവചനത്തിന്റെ ശക്തി, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവവചനത്തിന്റെ ശക്തി, ചില ശാപങ്ങൾ, ചില പാപങ്ങൾ, ആമേൻ, ചില ക്രമക്കേടുകൾ, ആമേൻ, ഇന്ന് രാത്രി ആമേൻ വ്യക്തികളെ വിട്ടുമാറി, കുടുംബങ്ങളെ വിട്ടുമാറി, ആമേൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവാത്മാവിന്റെ വലിയ ശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തുമാറാകണമേ. ശുശ്രൂഷയ്ക്കെതിരായി അതെ കേൾവിക്കാരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സകല ഈകളിന്റെ വ്യാപാരങ്ങളെ, സകല അന്ധകാര ശക്തികളെ സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിച്ച നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് ജയമെടുക്കുക. ശത്രു വന്ന വഴികളെ തിരിച്ചറിഞ്ഞ് കവാടങ്ങൾ അടുത്ത് ദൈവപ്രവർത്തിക്കാൻ വ്യക്തി ജീവിതങ്ങൾ എഴുന്നേറ്റ് വരുവാനിടയാണ്. അസ്ഥി കുമാരങ്ങളെ ജീവിപ്പിക്കുമാറാക്കിയ ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ, വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാനിടയാകും. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുവാനിടയാകും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി സങ്കീർത്തനം 103:5 വായിക്കാം. ആമേൻ. സങ്കീർത്തനം 103:5. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരിപ്പുണ്ടെങ്കിൽ കരം കൊടുത്ത് ഒന്ന് പറ. അല്ല ഒറ്റയ്ക്ക, അല്ല മക്കളുമായ, ആരുമായ, അല്ല ഒറ്റയ്ക്കാണെങ്കിൽ ആ ചങ്കത്ത് കൈവച്ച് പറ, എന്റെ യൗവനം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അതെ സംഭവിക്കുകയാ. രോഗക്കിടക്കയിലായിരിക്കുന്ന നിന്റെ ഈ പ്രായം, അതെ നിന്റെ ഈ ജീവിതം, ആമേൻ, അതെ കഴുകനെ പോലെ ഹല്ലേലൂയ പുതിയ വരത്തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പുതുക്കത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ, നിന്റെ തലമുറയുടെ മേൽ പകരുവാൻ, നിന്റെ ജീവിത പങ്കാളിയുടെ മേൽ പകരുവാൻ ദൈവ ശക്തനെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഒരു പുതുക്കത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തരാ. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, നിങ്ങളുടെ വായ്, ഹല്ലേലൂയ, കടിഞ്ഞാടിനാണ്. നിങ്ങളുടെ വായ് ശ്രദ്ധ നൽകിയിട്ടുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളുടെ ആദരം കൊണ്ട് പറ, യൗവനം കഴുകനെ പോലെ പുതിയ വരകത്തക്കവണ്ണം. ഹല്ലേലൂയ. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അടുത്ത ആരും ഇല്ലെങ്കിൽ ആ കണ്ണാടിയിലോട്ടൊന്ന് നോക്കിക്കേ.
നിന്നെ കാണാൻ പറ്റൂലോ. ആമേ, നിന്നെ കണ്ട് നിന്നെ തന്നെ കണ്ടിട്ട് പറ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. ആരാണ് നല്ല കാര്യങ്ങൾ ആമേ അതെ നിന്റെ വായ്ക്ക് അകത്ത് നൽകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്? ഹല്ലേലൂയ. ആമേ, നിങ്ങളുടെ ഈ യൗവനം ഹല്ലേലൂയ കഴുകനെ പോലെ പുതുവരത്തക്ക വിധത്തിൽ അത് പ്രവർത്തിക്കുന്നത് ആരാണ്? ഇന്ന് രാത്രി അത് നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന, നീ വിളിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ദൈവത്തെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു മറിയയിലൂടെ ജനിച്ചു. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നില്ല യേശുവിന്റെ ജനനം. ഹല്ലേലൂയ. ആ യേശു 33 തിരുവയസ്സ് വരെ ലോകത്തിൽ ജീവിച്ചുവെന്ന് ലോകത്തിൽ ചരിത്രം ആമേൻ കാലഘട്ടത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് മഹാന്മാരിൽ ഒരുവനായിട്ടല്ല, ഒരേ ഒരു മഹാൻ അതെ ആ കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഇന്നും അത് ചരിത്ര സംഭവമായി ലോകം അംഗീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകം അംഗീകരിച്ച വസ്തുത സ്നേഹിത നിനക്ക് നിഷേധിക്കാം. ഹല്ലേലൂയ. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയത്തോടിരിക്കുന്ന, വേദനയോടായിരിക്കുന്ന, നിരാശയോടായിരിക്കുന്ന, പ്രതീക്ഷയില്ലാതെ എല്ലാം കൈവിട്ടു പോയിരിക്കുന്ന നിനക്ക് പ്രത്യാശ നൽകുന്ന ജീവന്റെ വചനം. ഹല്ലേലൂയ. സത്യവേദ പുസ്തകത്തിനകത്ത് നീ അന്വേഷിച്ചു നോക്ക, നിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാതന നിഷേധിച്ചതുമില്ല. ഹല്ലേലൂയ. അതെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ. അത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവമാ. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ലോകത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ ഉറ്റവരുടയവര് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റി തരുവാൻ തയ്യാറാകാതെ വരുമ്പോൾ നീ ഒരുപക്ഷെ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ സങ്കടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിന്റെ സങ്കടത്തെ അത് സന്തോഷമാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയത്തുള്ളൂ. അത് നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഹല്ലേലൂയ. സ്നേഹിത, നിനക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രൂശിൽ യാഗമായി തീർന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കെ രക്ഷയ്ക്കായി വായികൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണോ താങ്കൾ? അങ്ങനെയെങ്കിൽ നിന്റെ യൗവനം കഴുകനെ പോലെ അത് പുതിയതക്ക വിധത്തിൽ നിന്റെ വായെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ ശക്തരായവർ ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. നീ ഒരു ഭക്തനാണോ? ഹല്ലേലൂയ. ലോകത്തിൽ കപടഭക്തിക്കാരുണ്ട്, ലോകത്തിൽ മതഭക്തിയുള്ളവരുണ്ട്, ലോകത്തിൽ പലതിനോടും ഭക്തിയുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നീ ആരുടെ ഭക്തനാ? നീ അവന്റെ ഭക്തനാണെങ്കിൽ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കുന്ന ദൈവമാ. അവരുടെ നിലവിളി കേട്ട് ആമേൻ അവരെ രക്ഷിക്കുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ നിലവിളിക്കുന്ന സഹോദര, കരയുന്ന മാതാവേ, കൂടപ്പുറപ്പേ, നിന്റെ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കുന്നവർ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നവർ, അതേ നിന്റെ കുടുംബത്തില് അവൻ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ നീ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിന്റെ ജീവിത പങ്കാളി അതേ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കാണുവാൻ നീ ആഗ്രഹിക്കുകയല്ലേ? നിന്റെ തലമുറ ഉയർച്ച പ്രാപിക്കുന്നത് കാണുവാൻ നീ ആഗ്രഹിക്കുകയല്ലേ? നീ ഒരു ഭക്തനെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സബലീകരിക്കുവാൻ ശക്തരായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ഇടയാകേണ്ടതിനാ ഓ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ
ഹല്ലേലൂയ. അതെ, ഒരു ഭക്തന്റെ ആഗ്രഹത്തെ സബലീകരിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെ കർമ്മേലിൽ ഏലിയാവ് വെളിപ്പെടുത്തുകയാണ്. ബാലന്റെ അശോര പ്രതിഷ്ഠയെ അതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന 400-ൽ പരം പ്രവാചകന്മാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഭക്തനായ ഏലിയാവിനെ വെല്ലുവിളിക്കുകയാണ്. ആമേൻ. ഇന്ന് പകലിലും ആമേൻ ഈ ദിവസങ്ങളിലും ചില വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? അതോ ഇന്നും നീ വെല്ലുവിളി അതിജീവിക്കുകയാണോ? അതെ, നീ ഒറ്റയ്ക്ക. എന്നാൽ മറുഭാഗത്ത് ഒരുമിച്ച് നിൽക്കുവാൻ അനേകരുണ്ട്. എന്നാൽ നീ ഒറ്റയ്ക്കല്ല. ഇന്ന് രാത്രി ആമേൻ ദാവീദിനോട് കൂടെ ഗോലിയാത്തിനെ നിലംപരിചയാക്കുവാൻ ഉണ്ടായിരുന്ന ദൈവം, ആ യോസേഫിന്റെ കൂടെ ആമേൻ പൊട്ടക്കണത്തിൽ കൂടെ ഇരുന്ന ദൈവം, ദാനിയേലിന്റെ കൂടെ സിംഹത്തിന്റെ ഗുഹയിലിരുന്ന ദൈവം, എബ്രായ ബാലന്മാരുടെ കൂടെ തീച്ചൂളയിലിരുന്ന ദൈവം. ഹല്ലേലൂയ. ഓ, പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒറ്റയ്ക്കായിരുന്നില്ല. യോഹന്നാനോട് കൂടെ ഇരുന്ന ദൈവം. അത്തിത്താഴ്വരയുടെ നടുവില് പ്രവാചകൻ ഒറ്റയ്ക്കായിരുന്നില്ല. അവനോട് കൂടെ ഇരുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോട് കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതെ, യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടയ്ക്കാൻ ആവതില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ ആവതില്ല. തുറന്നിടുവേ വാതിൽ തുറന്നിടുവേ, എനിക്കായി വാതിൽ തുറന്നിടുവേ. ഓ അടച്ചിടുവേ വാതിൽ അടച്ചിടുവേ. ഓ യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടയ്ക്കാൻ ആവതില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ ആവതില്ലേ. തുറന്നിടുവേ വാതിൽ തുറന്നിടുവേ, നിനക്കായി തുറന്നിടുവേ. ഓ തുറന്നിടുവേ വാതിൽ തുറന്നിടുവേ, നിനക്കായി വാതിൽ തുറന്നിടുവേ. വാതിലടച്ചിടുവേ വൈരിയും വാതിൽ. ഇന്ന് രാത്രി നിന്റെ അതരങ്ങൾ കൊണ്ട് നീ പറയുവാൻ തയ്യാറാകുക, നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി വൈരിയുടെ വാതിൽ നിന്റെ മുമ്പിൽ അടയപ്പെടുകയാണ്. യേശു നിനക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. ഹല്ലേലൂയ. യാചിപ്പീ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആരോടാ യാചിക്കേണ്ടത്? കാണുന്നവരോടല്ല, വഴിയിലൂടെ വരുന്നവരോടല്ല, പരിചയക്കാരോടല്ല. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അതെ ഉത്തരമരുളുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി അതെ ദാനിയേലിനെ പോലെ നീ അപേക്ഷിക്കാൻ തയ്യാറായാൽ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ എന്തും ചെയ്യോ വിശ്വസിക്കുന്നവർ. ഓ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി നിന്റെ യൗവനം അത് കഴുകനെ പോലെ പുതുകി വരത്തക്ക വിധത്തിൽ നിന്റെ വായ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരം അത് വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുവാൻ ദൈവം ശക്തർ. വചനം പറയുന്നു, ഇത് അന്ത്യകാലമാകുക, സകല ജനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും. അതെ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ആമേൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതെ, ഈ പ്രശ്നത്തിന് നീ അകപ്പെട്ട് തകർന്നു പോകത്തില്ല സഹോദര, സഹോദരി, കൂടപ്പറപ്പേ, കുഞ്ഞേ, അഭിഷക്തരെ, നീ ഉയരുക. യവന ഹല്ലേലൂയ കഴുകനെ പോലെ പുതുകി വരത്തക്ക വിധത്തിൽ അതെ നിന്റെ നാവിനെ ആമേൻ അതെ ഹല്ലേലൂയ ഇന്ന് രാത്രി നിന്റെ വായ നന്മ കൊണ്ട് തൃപ്തി വരുന്ന ദൈവം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ആമേൻ. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് ഓടി ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ഹല്ലേലൂയ. ഓട്ടത്തിൽ അനേകര് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഓട്ടത്തിൽ കെണി ഒരുക്കി വെച്ചിരിക്കുന്ന ശത്രുവിന്റെ ആമേൻ വലക്കകത്ത് നിന്റെ കാലകപ്പെടാതെ ഓ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നോ പ്രാണനെ മരണത്തിൽ നിന്നോ വിടുവിക്കുന്ന ദൈവം ഇന്ന് പകലും നീ ഓടിയ പാതയിൽ ശത്രുവായവൻ അനന്തം ആമേ അതെ അനവധി അതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കാണുക. അതെ ഒരുക്കി വെച്ചപ്പോ നീതിമാൻ അനന്തങ്ങൾ അസംഖ്യമാ. അവ എല്ലാറ്റിൽ നിന്നും ഓ അവനെ
വിടുവിക്കുന്നുവെന്നുള്ള ആ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് പകലിലും അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. അതേ, നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടന്ന ആ ആക്സിഡന്റിന്റെ അകത്ത് നീ അകപ്പെട്ടു പോകാതെ, നിന്റെ തലമുറകൾ അകപ്പെട്ടു പോകാതെ, അമ്മേൻ, കണ്ണിലെ അതേ കൃഷ്ണമണിയെ പോലെ ദൈവം നിന്നെ സൂക്ഷിച്ചെങ്കിൽ ഹല്ലേലൂയ, ആ വലിയ ആപത്തിൽ നിന്ന്, ആ വലിയ ദുരിതത്തിനകത്ത് നിന്ന്, അതെ ഇന്നലകളിൽ ആ വലിയ ആ പ്രളയത്തിനകത്ത് നിന്ന്, ആ വലിയ അഗ്നി സ്ഫോടനത്തിനകത്ത് നിന്ന്, ആ വലിയ കാറ്റിനകത്ത് നിന്ന് ദൈവത്തിനെ വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ കണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അവനെ സ്തുതിക്കുവാൻ തയ്യാറെങ്കിൽ സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവ, അതെ യവന്, അതെ കഴുകനെ പോലെ, അത് പുതിയ വരത്തക്ക വിധത്തെ, അതെ നിന്റെ വായ നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അത് വിശ്വസിക്കുന്നവർ അതരകളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. വായിൽ ശ്രദ്ധ ചെലുത്തുന്നത്, ഹല്ലേലൂയ, ആമേൻ, അത് സൃഷ്ടിച്ചതിന് ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വായി ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം അഭ്യസിപ്പിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ ആത്മാവിനാൽ ഒരു മനുഷ്യനെ നിറയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ആദരം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണം. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് അത്രേ സംസാരിക്കുന്നത് അവന് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. വായ് ശരീരത്തിന്റെ ഒരു പ്രധാന അവയവമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബ്, ആമേൻ, എഴുതിയ ലേഖനം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ അലങ്കാരികമായ ആമേൻ നിലവാരത്തിൽ താൻ ലേഖനം എഴുതി ദൈവസഭയിലായിരിക്കുന്നവരെ ആമേൻ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ശാരീരികവും ആത്മീയമായ പല കാര്യങ്ങൾക്ക് ഈ അവയവത്തെ ആമേൻ ഉപയോഗിക്കുക. ഇന്ന് എന്റെ വായ്, ആമേൻ, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയാണ്, ആത്മീയ കാര്യങ്ങൾ അത് പറയുവാൻ വേണ്ടിയാ. ആമേൻ. അതെ, ഞാൻ ഇന്ന് പകൽ എന്റെ ഈ വായ ഞാൻ ഉപയോഗിച്ചത് എന്തിനാണെന്ന് കേൾക്കണോ? ചിരിക്കരുത് കേട്ടോ. ആമേൻ. അതെ, ഭക്ഷണം കഴിക്കാൻ, ഹല്ലേലൂയ, വെള്ളം കുടിക്കാൻ, ഹല്ലേലൂയ, ആ ചിരിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ, ഹല്ലേലൂയ, ആമേൻ. അതെ, സംസാരിക്കാൻ, അത് എന്റെ കുഞ്ഞുങ്ങളോട്, എന്റെ ഭാര്യയോട്, ആമേൻ, എന്റെ മക്കളോട്, ഹല്ലേലൂയ, അത് സംസാരിക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, മിഴുങ്ങാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതെ ചുംബിക്കാൻ, ഹല്ലേലൂയ, മുഖഭാവം ഉണ്ടാക്കാൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ വായി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചോ? വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചോ? ചിരിക്കാൻ ഉപയോഗിച്ചോ? ആമേൻ. ഹല്ലേലൂയ. ഭാവ പ്രകടനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോ? കരമുയർത്തി കർത്താവിന് സ്തോത്രം പറ. നിന്റെ നാവ് അരുതാത്തത് നീ ഉപയോഗിച്ചോ? നിന്റെ മുഖഭാവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷികമായി ഈ ഭൂമിയിൽ ഇന്ന് പകൽ ഇതുപോലെ മുഖം ഉപയോഗിച്ചവരുണ്ട്, വായ് ഉപയോഗിച്ചവരുണ്ട്, കണ്ണ് ഉപയോഗിച്ചവരുണ്ട്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ അതരവും നിന്റെ വായു നീ എന്തിനുപയോഗിച്ചു? ഹല്ലേലൂയ. എന്നാൽ ഒരു ആത്മീയ മനുഷ്യൻ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, കർത്താവേ ജീസസ്, ഇന്ന് പകൽ നീ എത്ര നേരം പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നീ എത്ര നേരം, ആമേൻ, ഇന്ന് പകൽ, ഹല്ലേലൂയ, ആമേൻ, ദൈവവചനം ധ്യാനിക്കുവാനായി സമയം വേർതിരിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, സത്യ വേദ പുസ്തകം, ആമേൻ, എടുത്ത് വായിക്കുവാൻ നീ എത്ര നേരം എടുത്തു? ഹല്ലേലൂയ. നീ ഒരു ആത്മീയനാണോ? നീ ഒരു ജഡീകനാണോ? നീ ഒരു പ്രാകൃതനാണോ? ഹല്ലേലൂയ. പ്രാകൃതന് തിന്നണം, ജഡീകനും തിന്നണം, ആത്മീയനും തിന്നണം. ഹല്ലേലൂയ. തിന്നാൻ വേണ്ടി മാത്രമായിരുന്നോ? പ്രാകാൻ വേണ്ടി മാത്രമായിരുന്നോ? ശപിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നോ? എന്തിനൊക്കെയാണ് ഇന്ന് പകൽ നീ സമയം ചെലവഴിച്ചത്? നീ ഒരു ആത്മീയനായിരുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉണർന്ന ഉടനെ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവവചന ധ്യാനത്തിന് വേണ്ടി, ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ, അതേ പ്രഖ്യാപനം,
വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഭയപ്പെടേണ്ടതേ, ഭ്രമിച്ചു നോക്കേണ്ടതേ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രഖ്യാപിക്കുവാൻ ഈ ആണ്ടി യഹോവയാണ് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഴയും മഞ്ഞും. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. കുറ്റസമ്മതം. നീ ദൈവവചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ആമേൻ പാപബോധം ഉളവാക്കി. ഹല്ലേലൂയ. നീ സമ്മതിക്കുക, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അല്ല, ഇന്ന് ഉച്ചയ്ക്ക് അല്ല, ഇന്ന് സന്ധ്യയെങ്കിൽ നീ ഒരു ആത്മീയനായിരുന്നുവെങ്കിൽ എത്ര സമയം നീ ദൈവവചനം വായിക്കുവാൻ സമയം വേർതിരിച്ചു? ഇന്ന് പകൽ എത്ര സമയം നീ ദൈവവചനം ധ്യാനിച്ചു? ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബോധ്യപ്പെടുത്തിയ ആ കാര്യങ്ങൾ നീ ദൈവം മുമ്പാകെ സമ്മതിച്ചു. ഹല്ലേലൂയ. ആലാപന. ഹല്ലേലൂയ. നീ എത്ര നേരം ദൈവത്തെ സ്തുതിക്കാൻ ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. എത്ര നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ സമയം വേർതിരിച്ചു. ഹല്ലേലൂയ. ദൈവം നൽകിയ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്കായിട്ട് എത്ര നേരം സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. എത്ര നേരം അവനെ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, പ്രിയ സഹോദര, മാതാവേ, കൂടപ്പറപ്പേ, ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ നിങ്ങൾ എത്ര നേരം ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ വായി തുറന്നു? നിങ്ങൾ എത്ര പേര് കഴിച്ച ആഹാരം നാവിലൂടെ ടേസ്റ്റോടെ അന്നനാളത്തിലേക്ക് ഇറക്കി? നിങ്ങൾ എത്ര പേര് ഇന്ന് എത്ര പ്രാവശ്യം നിങ്ങളുടെ കൈ കഴുകി, നിങ്ങളുടെ വായി കഴുകി? എന്തിനാ ഇതൊക്കെ ചെയ്തത്? നാളെയും നിങ്ങളുടെ വായ് ഉപയോഗിക്കണം, നിങ്ങളുടെ കൈ ഉപയോഗിക്കണം. അപ്പോഴേ നിങ്ങൾ ശുദ്ധി വരുത്തിയില്ലേ? നിങ്ങൾ ആഹാരം കഴിച്ചു, നിങ്ങൾ കൈ കഴുകി, കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞും കൈ കഴുകിയില്ലേ? ആരാണ് നിങ്ങളെ ഇതെ കൊണ്ട് ചെയ്യിക്കുവാൻ പ്രേരിപ്പിച്ചത്? നീ ഒരു ആത്മീയനാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് എത്ര പേര് ബൈബിൾ വായിച്ചു? എത്ര പേര് പ്രാർത്ഥിച്ചു? എത്ര പേര് തന്നെത്താൻ ശോധന ചെയ്തു? എത്ര പേര് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്തു? എത്ര പേര് അവനെ ആരാധിച്ചു? പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ വായ് എന്ന് പകൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത്യുന്നതനായ ദൈവം നമ്മുടെ വായിൽ നല്ല കാര്യങ്ങൾ ആമേൻ അതെ തൃപ്തിപ്പെടുത്തുന്നത് ഹല്ലേലൂയ എങ്ങനെയാണ്? നമ്മുടെ വായിൽ രുചികരമായ ഒരു സാധനം വെക്കാതെ കയ്പുള്ള ഒരു സാധനം വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അത് ഇഷ്ടപ്പെടുവോ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് അത് ഇറക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യും? തുപ്പു അല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ? അത് നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ ശരീരത്തിന്റെ അകത്തേക്ക് അത് ഇറക്കുവാൻ കഴിയാതെ തുപ്പിക്കളയുന്നത്? ഹല്ലേലൂയ. ഒരാത്മീയ മനുഷ്യന് ചേരാത്ത എന്തൊക്കെ സംഭാഷണങ്ങൾ നീ ഈ കാതുകൊണ്ട് കേൾക്കേണ്ടി വന്നു, ഈ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. ഹല്ലേലൂയ. നീ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ശരീരത്തിന് തൃപ്തികരമായ നിലയിൽ പ്രകൃതിയിൽ വെള്ളം ഉളവാക്കിയ ദൈവം. വെള്ളം കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ആമേൻ പ്യുവർ വാട്ടർ ഭൂമിയിൽ നിന്ന് കിട്ടുന്നു അല്ലേ? മഴവെള്ളം. ഇന്ന് പകൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കുവൈറ്റിൽ നിന്ന് ഒരു ഫാമിലി പറഞ്ഞത്, ഇവിടെയുള്ള ആളുകള് മഴ പെയ്യുമ്പോ പാത്രം ഓപ്പൺ സ്ഥലത്ത് വെക്കും. നേരിട്ട് വരുന്ന വെള്ളം പിടിച്ച് അവര് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അവര് ചായ ഇട്ട് കുടിക്കും. അവിടെ പ്രകൃതിയിലെ അതെ ചില സസ്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ മുരിങ്ങയില അവിടെയുള്ളവര് പറിച്ച് അത് വെയിലത്ത് വെച്ച് ഉണക്കി അതിട്ട് വെള്ളം കുടിക്കും. അത് പൊടിച്ച് ചായപ്പൊടിയുടെ കൂടെ ചേർത്ത് ചായ ഉണ്ടാക്കും. അപ്പോ അതെ പ്രകൃതിയിൽ
ദൈവം ആക്കി വെച്ചിരിക്കുന്ന പലതും ആമേൻ അവർക്ക് ആശ്വാസമെന്ന് തോന്നുന്നത്, അനുഗ്രഹമെന്ന് തോന്നുന്നത് ആമേൻ. ഞാൻ അവിടുത്തെ ഭക്ഷണ രീതിയെ കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് പറയുവാനല്ല ഞാൻ നിങ്ങളോട് ഈ സമയം അത് ഓർപ്പിച്ചത്. ആമേൻ. ശരീരത്തിന് തൃപ്തികരമായ നിലയിൽ നല്ല ഭക്ഷണവും വെള്ളവും ആമേൻ അത് ലഭിക്കുക എന്നത് പറയുന്നത് ശരീരത്തിന് ആശ്വാസമാണ്. ഹല്ലേലൂയ. നമ്മുടെ വായു ഉപയോഗിക്കുന്നതിന് നമ്മുടെ ജീവിതത്തിനായി ഒരു നല്ല ആമേൻ അതെ ശുഭത ആമേൻ നല്ല ഗതി നിശ്ചയിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെ ദൈവവചനം കൊണ്ട് എന്ത് ചെയ്യണം? പോഷിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ ആമേൻ ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ. ആത്മാവിനാൽ നമ്മുടെ ഹൃദയം എപ്പോഴും നയിക്കപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആമേൻ നമ്മുടെ അകത്തേക്ക് എടുക്കുന്ന ആഹാരം ആമേൻ രുചികരമല്ല എന്ന് തോന്നിയാൽ അത് വേണ്ടാന്ന് വെക്കും. എന്നാൽ ഒരു മനുഷ്യന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുവാൻ തക്ക വിധത്തിൽ ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല വചനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അതേ സദൃശവാക്യം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഹല്ലേലൂയ തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും. തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. അധരങ്ങളുടെ ഫലത്താൽ ഒരു മനുഷ്യൻ നന്മയിൽ തൃപ്തനാകുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അധരം ആമേൻ തുറക്കുമ്പോൾ അകത്ത് കടക്കുന്നതാ വെളിയിലേക്ക് വരുന്നത്. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തരാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അധരഫലം എന്ന സ്വത്രയാഗം അർപ്പിക്കുന്നവർ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട്? പ്രതിഫലമുണ്ട് എന്ന് വചനം പറയുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? സദൃശവാക്യങ്ങൾ 12-14 ഹല്ലേലൂയ. അതെ ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് ഹല്ലേലൂയ തന്റെ നടപ്പിൽ എന്ത് ചെയ്യും? അതെ മടുപ്പ് വരും. ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വാസത്യാഗം. എന്താ വിശ്വാസത്യാഗം? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം. ഇതില്ല എങ്കിൽ പിന്നെ അമ്മയെ വിശ്വാസമില്ല, അപ്പനെ വിശ്വാസമില്ല. എന്താ അമ്മയെ ജനിപ്പിച്ച അമ്മയെ ആ വ്യക്തിക്ക് എന്തില്ല? വിശ്വാസമില്ല. പിറന്നു വീഴുമ്പോഴേ കാണുന്നത് ആരെയാ? അമ്മയെ. അമ്മയെ വിശ്വാസമില്ല. ഹല്ലേലൂയ. ജനിപ്പിക്കാൻ കാരണമായ അപ്പനെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-6 അധ്യായം 1 മുതൽ പറഞ്ഞിരിക്കുന്നത്, മക്കളെ കർത്താവിൽ എന്ന പോലെ നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് എന്ത് ചെയ്യാം? ആമേൻ കീഴടങ്ങണം, അവരെ ബഹുമാനിക്കണം. എന്നാലേ നിങ്ങൾക്ക് നന്മയുണ്ടാകുകയുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകത്തുള്ളൂ. അനുസരണം കെട്ട തലമുറകൾ വഷളത്വം പ്രവർത്തിച്ച് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട ലോകത്ത് അനേകരുടെ സ്നേഹം തണുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, മക്കൾ തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, കൂട്ടുകുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അത് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശവാക്യം 12-14 ഹല്ലേലൂയ. അത് നീതിമാൻ ചെയ്യുന്ന എല്ലാത്തിനും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അതിന്റെ 14 ഇങ്ങനെ വായിക്കുന്നു, ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന്. എവിടെയാ? ഹൃദയത്തിൽ. ഇന്ന് രാത്രി നിന്റെ ഹൃദയം എപ്രകാരമാണ്? ദൈവവചനത്തിൽ നീ വിശ്വസിക്കുന്നവനാണോ? കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നവനാണോ? പിതാവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നവനാണോ? പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നീ വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഭാര്യയെ നിനക്ക് വിശ്വാസമാണോ? നിന്റെ ഭർത്താവിനെ നിനക്ക് വിശ്വാസമാണോ? നിന്റെ അപ്പനെ നിനക്ക് വിശ്വാസമാണോ? നിന്റെ അമ്മയെ നിനക്ക് വിശ്വാസമാണോ? നിന്റെ മക്കളെ നിനക്ക് വിശ്വാസമാണോ? ഹല്ലേലൂയ. ഇതില്ലാത്തവന് തന്റെ നടപ്പിൽ എന്ത് വരും? മടുപ്പ് വരും. എന്ന് പറഞ്ഞാ നിനക്ക് നിന്നെ തന്നെ വിശ്വാസമില്ലെങ്കിൽ തൂങ്ങിച്ചാകാൻ തോന്നുന്നു. നിനക്ക് നിന്റെ ഭാര്യയെ വിശ്വാസമില്ലെങ്കിൽ കൊടുവാളെടുത്ത് വെട്ടിക്കൊല്ലാൻ തോന്നുമെന്ന്. നിനക്ക് നിന്റെ വീട്ടിലെ അപ്പനെ വിശ്വാസമില്ലെങ്കിൽ, അമ്മയെ വിശ്വാസമില്ലെങ്കിൽ നശിപ്പിക്കാൻ തോന്നുമെന്ന്. അതേ നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതേ ലേബറെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അവനെ തകർക്കാൻ തോന്നുമെന്ന്.
നിന്റെ അയൽവക്കംകാരെ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അവരെ തകർക്കാൻ തോന്നുമെന്ന്. ഹല്ലേലൂയ. അതേ, ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടുപ്പിൽ എന്ത് ചെയ്യും? മടുപ്പ് വരും. ഇന്ന് അനേകരെ ജീവിതം മടുത്തു. സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാ, വെട്ടിക്കൊല്ലുകയാ, കെട്ടിത്തൂക്കുകയാ, കത്തിച്ചു കളയുകയാ, കൊട്ടേഷൻ കൊടുത്ത് തകർക്കുകയാ. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. ഹല്ലേലൂയ. ആമേൻ. പാപിയായ മനുഷ്യനെ, ആമേൻ, കൊള്ളരുതാനെയും കൊലയും ചതിയും വഞ്ചനയും ചെയ്യുന്ന മനുഷ്യനെ, ദുഷ്ട ഹൃദയത്തിന് ഉടമയായ മനുഷ്യനെ നല്ല ഹൃദയത്തിന് ഉടമയാക്കി നിത്യ ജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ഉലകത്തിൽ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ യേശുവിന്റെ നാമത്തിന് മാത്രമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെയും അതെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരെക്കുറിച്ച് പറയുന്നേ? നീതിമാനെ കുറിച്ച്. ഹല്ലേലൂയ. അതെ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യ രക്തത്താൽ കനികൾ പ്രാപിച്ച് നീതിമാന്മാരായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി മാറി. എങ്ങനെ? മുതുമുത്തച്ഛരായ ആദാമും ഹവ്വയും പാപം ചെയ്തത് നിമിത്തം. ഹല്ലേലൂയ. ആമേൻ. അതെ, ശിഷ്യനെന്ന് വെച്ച് ഈ ചെറിയവരെ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോ, ഹല്ലേലൂയ, ആമേൻ, അതെ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ശിഷ്യ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവന്റെ ആവശ്യഘട്ടങ്ങൾ അറിഞ്ഞ് അവന് ഒരു ഗ്ലാസ് വെള്ളം അവൻ ആവശ്യമാണെന്ന് തോന്നി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിനെന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഒരു ഷർട്ട് അവൻ ആവശ്യമാണെന്ന് കണ്ട് വാങ്ങിക്കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു ഭവനം അവൻ ആവശ്യമാണ്, നിനക്ക് അതിന് സാഹചര്യമുണ്ട്, നീ അത് ആമേൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു വാഹനം അവൻ ആവശ്യമാണ്, അത് നീ നൽകി കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഇന്നലകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആമേൻ കൊടുത്തവർ അനേകരുണ്ട്. ഹല്ലേലൂയ. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യൻ, ആ ശിഷ്യന് ആവശ്യമായത് ദൈവം നിനക്ക് ബോധ്യപ്പെടുത്തി നീ അത് കൊടുക്കാൻ തയ്യാറായാൽ അത് ഒരു ഗ്ലാസ് വെള്ളമാകട്ടെ, ഒരു നേരത്തെ ആഹാരമാകട്ടെ, അല്ല ഒരു മാസത്തേക്കുള്ളതാകട്ടെ, അല്ല ഒരു വർഷത്തേക്കുള്ളതാകട്ടെ, അല്ല അവന് അജീവനാന്തം കഴിയുവാനുള്ളതാകട്ടെ, നിന്നെ കൊണ്ട് ദൈവം അത് ചെയ്യുവാനുള്ള അവസരം ഒരുക്കിയ അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ, പ്രിയമുള്ളവരെ, ഈ സന്തോഷകരമായ ആമേൻ ഒരു അനുഭവത്തിലേക്ക്, ഹല്ലേലൂയ, നിങ്ങളുടെ വായിയുടെ ആത്മീയ ഉപയോഗത്താൽ, ഹല്ലേലൂയ, കൂടുതൽ ശ്രദ്ധ ദൈവവചനത്തിൽ കേന്ദ്രീകരിച്ച് അതെ പഠിക്കുവാനും അങ്ങനെ ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുവാനും ഇടയായി തീരണം. ഹല്ലേലൂയ. യഹൂദിയായി ഒരു ഗ്രാമത്തിൽ ഒരു കുളിരും രാപാത്തിരുന്നൊരു ബാലകൻ ദേവനാദം കേട്ടു ആമോദൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതത്തിനുടമയായി നാം ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ ദൈവിക സമാധാനം നമ്മളിൽ നിറയുവാൻ ഇടയായി. ഹല്ലേലൂയ. ഈ മാസം ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ആമേൻ, ലോകം മുഴുവൻ സ്റ്റാറുകൾ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ സ്റ്റാർ ഇങ്ങനെ വരുന്നേ. അല്ലെങ്കിൽ പക്ഷേ സത്യവേദ പുസ്തകത്തിനകത്ത് ഒറ്റ പ്രാവശ്യമേ ഈ സ്റ്റാർ വന്നുള്ളൂ. അല്ലെങ്കിൽ ആ ഒരിക്കൽ കണ്ട സ്റ്റാറിനെ ഫോളോ ചെയ്ത വിദ്വാൻമാർക്ക് ഒരു തെറ്റ് പറ്റി കേട്ടോ. അവര് ഈ നക്ഷത്രത്തെ എവിടെ എഴുതിയിരിക്കുന്നേ? മത്തായി സുവിശേഷം എവിടെയാ? 2:10. ഒന്ന് വായിച്ചേ, വേഗം വായിച്ചേ. മത്തായി 2:10. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടും കൂടെ കണ്ട് വീണ് അമ്മയെ നമസ്കരിച്ചു എന്നല്ല കേട്ടോ, വീണ്. അയ്യോ, കാല് കല്ലിൽ തെറ്റി വീണതല്ലെന്നേ. താഴ്മ, വിനയം. ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള വാർത്ത ആട്ടിടയന്മാർ, വിദ്വാൻമാർ കിഴക്ക് കണ്ട നക്ഷത്രത്തെ പിഞ്ചെന്ന് ആ വീട്ടിൽ ചെന്ന് ശിശുവിനെയും അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. കണ്ടോ? യേശുവിന്റെ ആ ചെറുപ്രായത്തിൽ തന്നെ യേശുവിന് വേണ്ടി ചെലവിടുവാൻ, ഹല്ലേലൂയ, അതെ, സമർപ്പിക്കുവാൻ, അതെ, ചില നന്മകളുമായി വരുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അടുത്ത് വരുന്നവരാരും വെറും കൈയോടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ഒരു നിറവിന്റെ അനുഭവത്തെ, ഹല്ലേലൂയ. അതിന്റെ ആമേൻ, ആ നക്ഷത്രത്തെ ആമേൻ എവിടെ ഉദിച്ചു എന്നുള്ളതൊന്ന് വായിച്ചു. 2:1 മുതൽ വായിക്കും. നോക്കുക, ഈ മാസം 25-ാം തീയതി എന്ന് പറയുന്ന ആമേൻ, ഈ മാസം യേശുക്രിസ്തു ജനിച്ചു എന്ന് അനേകര് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുമ്പോൾ, അതെ, മാസ്റ്റർ പ്ലാനായ സത്യവേദ പുസ്തകം ആ വിഷയ സംബന്ധമായി നമുക്ക് നൽകുന്ന അറിവ് വായിച്ചേ. യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം എവിടെ നിന്നാ വന്നേ? കിഴക്ക് നിന്ന്. ഹല്ലേലൂയ. ആമേൻ. സത്യവേദ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങള് ഇന്ന് രാത്രി ആമേൻ ഈ വചന ശുശ്രൂഷയോട് ചേർന്ന് ആമേൻ അത് ചിന്തിക്കുവാൻ കർത്താവ് നൽകുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വായിച്ചാൽ വിദ്വാൻമാർ യെരൂശലേമിലെത്തി. എവിടെ നിന്ന് പുറപ്പെട്ടു? ഹെരോദാവ് രാജാവിന്റെ കാലത്ത് ആമേൻ യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം. അപ്പോ യേശു ജനിച്ചത് എവിടെയാണ്? യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. നോക്കുക, ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത് ഹെരോദ രാജാവ് ആയിരിക്കുന്ന സ്ഥലത്താണ്. ഹല്ലേലൂയ. നോക്കണം, ഒരു രാജാവ് പിറക്കുന്നത് രാജകൊട്ടാരത്തിലായിരിക്കണം. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അത്ഭുത മന്ത്രിയും യുദ്ധവീരനും സമാധാന പ്രഭുവുമായിരിക്കുന്ന കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കേണ്ടത് എവിടെ ആയിരിക്കണമെന്ന് അവരുടെ ബുദ്ധിപരമായ ചിന്തയിൽ അവർ ഊഹിച്ച്, അവർ ചിന്തിച്ച് അവർ കയറി ചെന്നത് എവിടെയാണ്? രാജകൊട്ടാരത്തിലാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ അങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ബുദ്ധിപരമായി ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കഴിവ് കൊണ്ടും പണം കൊണ്ടും അതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യവേദ പുസ്തകത്തിനകത്ത് ആത്മാവിനാൽ
വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ആത്മാവിനാൽ എഴുതിയതായതുകൊണ്ട് ഇത് ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നക്ഷത്രം കണ്ടത് ശരിയാ, എന്നാൽ ആ നക്ഷത്രത്തെ പിൻപറ്റിയ വിദ്വാൻമാർക്ക് തെറ്റുപറ്റിയെന്ന്. കാരണം എന്താ? അവരുടെ കണക്കൂട്ടലുകൾ തെറ്റി, അവരുടെ ചിന്താഗതി മാറിപ്പോയി, അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് അവര് രാജാവിന്റെ അടുത്ത് ചെന്ന കാര്യം ചോദിച്ചത്. വായിച്ചാടി. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. നോക്കുക, ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചുവെന്നുള്ള സത്വാർത്ത രാജാവ് കേട്ടത് ആരിലൂടെയാ? വിദ്വാൻമാരിലൂടെ. ഇന്നും ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ള യാഥാർത്ഥ്യം ആമേൻ രാജാക്കന്മാരെ പോലെ മണിസൗധങ്ങൾ കെട്ടിപ്പൊക്കി അത് പണിതുകൊണ്ടിരിക്കുന്നതിനകത്ത് ആമേൻ രസിച്ച് കളിച്ച് സമയം പോക്കുന്നവർക്ക് അറിയില്ലെന്ന്. പണമുണ്ട്, പ്രതാപമുണ്ട്, ആമേൻ പലതുമുണ്ട്, പക്ഷേ ഈ പരമസത്യം അവർക്കറിയില്ല. യേശു എവിടെ ജനിച്ചിരിക്കുന്നു, യേശു ജനിച്ചത് പോലും അറിയില്ല. പേര് രാജാവ്, ആമേൻ സ്ഥാനമുണ്ട്, പദവിയുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ അറിയേണ്ട സത്യം അവൻ അറിയാതെ പോയി. ഇന്ന് രാത്രി കഴിവുണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, പ്രാപ്തിയുണ്ട്, കായിക ബലമുണ്ട്, എന്നാൽ അറിയാൻ സത്യം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി അതേ ഒരു സത്യം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ. വഴിയും സത്യവും ജീവനുമെന്ന് അവകാശപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പലസ്തീനായി യഹൂദയിലെ ബേത്ലഹേമിൽ ഒരിക്കലായി ജനിച്ചു. ആ ജനിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ പരമസത്യം താങ്കൾ അറിയാൻ വേണ്ടിയാ. രാജാവ് അറിഞ്ഞത്, യഹൂദയെ ഭരിക്കുന്ന ഭരണസാരഥിയായ രാജാവ് അറിഞ്ഞത് ഈ സത്യം ആരിലൂടെയാ? വിദ്വാൻമാരിലൂടെയാ. ഇന്നും സത്യമറിയാതെ മിഥ്യയുടെ പുറകെ ഓടി വെട്ടിപ്പിടിച്ച് നിത്യ നരകത്തിലേക്ക് വഴുതി വീടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ഭൂമിയുടെ അറ്റത്തോളം ഈ സത്യ സുവിശേഷവുമായി കടന്നു പോകുവാൻ അതേ കൃപ ലഭിച്ച അഭിഷേകത്താരെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമാക്കി വിശുദ്ധ വംശമാക്കി സ്വന്തം ജനമാക്കി തീർത്ത ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കുന്നവർ കരവടിച്ച് കർത്താവിന് മനുഷ്യരോട്. ഹല്ലേലൂയ. പദവി കൊണ്ട് രാജാവാണ്, സാമ്പത്തികമായ ഭദ്രതയുണ്ട്, സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ട്. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഏദനിൽ ദുഷ്ടപിശാച് തകർക്കപ്പെട്ട സമയത്ത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കേൾപ്പിച്ച പ്രവചനം വള്ളിമുള്ളാതെ തെറ്റാതെ നിറവേറിയ സമയത്ത് രാജാവ് അറിഞ്ഞില്ല. എന്നാൽ രാജാവിനോട് ഈ സന്ദേശം അറിയിക്കുവാൻ അതെ ആ 2 വിദ്വാൻമാരെ ദൈവം ഉപയോഗിക്കുക. ഇന്ന് രാത്രി ശ്രോതാവേ, ഈ പരമസത്യം അറിയാതെ കിടക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് അതേ ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സത്യമറിയാതെ വിദ്യയുടെ പുറകെ പോയി നിത്യ നരകത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാകിയാൽ ആ ആത്മാവിന്റെ വിടുതലിന് വേണ്ടി, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ രക്ഷയുടെ സന്ദേശവുമായി കടന്നു പോകുവാൻ വേർതിരിക്കപ്പെട്ട അഭിഷക്തരെ, നിന്റെ മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടാകാം, നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, നിന്റെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടാകാം. എന്നാൽ അതിനകത്ത് നീ തകർന്നു പോകാതെ ആമേൻ അതേ അതേ യൗവനക്കാരനെ പോലെ ഹല്ലേലൂയ ആമേൻ അതേ ഇന്ന് രാത്രി നാം വായിച്ച കുറിവാക്യം മറന്നു പോകരുതേ. എന്താ കുറിവാക്യം? ആമേൻ അതേ യൗവനം പുതിയ വരത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതേ ആമേൻ നിന്റെ വായ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. നിന്റെ യൗവനം അഴുകനെ പോലെ ഒതുങ്ങി വരത്തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ആമേൻ വായിച്ചാടി ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും നോക്കുക, ഇപ്പോ അവിടെയുള്ളവർക്ക് ആകെ പരവേശമായി. രാജാവ് ഉടൻ തന്നെ ആളുകളെ വരുത്തി.
അവിടെയുള്ള സകല ആമേൻ ബുദ്ധിജീവികളെയും, ആമേൻ ശാസ്ത്രികളെയും, ആമേൻ സകല വ്യക്തികളെയും കൂട്ടിവരുത്തി. എന്നിട്ട് ചോദിക്കുകയാ, യേശു എവിടെയാണ് ജനിക്കുക എന്ന് അവരോട് ചോദിച്ചു. നോക്കണേ, എന്നിട്ട് ദൈവത്തിലേക്ക് തിരിയുവാനോ, ദൈവത്തോട് ചോദിക്കുവാനോ, ദൈവസന്നിധി മുട്ടുമടക്കുവാനോ തയ്യാറാകാതെ രാജാവിന്റെ പ്രൗഢി വെളിപ്പെടുത്തുകയാണ്. നിന്റെ പ്രൗഢിയിലൂടെ കണ്ടെത്താൻ കഴിയത്തില്ല, നിന്റെ കായിക ബലത്തിലൂടെ കണ്ടെത്താൻ കഴിയത്തില്ല, നിന്റെ ബുദ്ധിയിലൂടെ നിനക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. നിന്റെ കൂടെ ആരെല്ലാം ഉണ്ടായാലും, എന്തെല്ലാം പദവികളുണ്ടായാലും, എന്തെല്ലാം പണമുണ്ടായാലും ആമേൻ നിനക്കത് കണ്ടെത്താൻ കഴിയത്തില്ല. വായിക്കാം. അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ, ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. കണ്ടോ, എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി എഴുതിയ വചനത്തെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു രാജാക്കന്മാർക്കും, ഒരു ഭരണകർത്താക്കന്മാർക്കും കഴിയത്തില്ല. സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവജനം അതരങ്ങളെ തുറന്ന് സ്വത്രമൻ അതരഫലം ആമേൻ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാട്ട. ഹല്ലേലൂയ. രാജാക്കന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ കാര്യം വിദ്വാൻമാരെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ മുമ്പോട്ട് വഴികാട്ടിയാൽ ഒരു നക്ഷത്രത്തെ ഉദിപ്പിച്ചവൻ നിനക്ക് മുമ്പോട്ട് പോകുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ ദൈവം ശക്തരാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്ക. ഹല്ലേലൂയ. എന്നാൽ നോക്കണം, ഭയങ്കര തന്ത്രശാലിയാ. ആമേൻ. അതെ, തന്ത്രശാലി ആരാ? ആമേൻ, പിശാച. ആമേൻ. രാജാവും പദവിയുമുള്ള പണമുള്ള രാജാവ് എന്ത് ചെയ്തു? രഹസ്യത്തിൽ വിദ്വാൻമാരെ വിളിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്നെ രഹസ്യത്തിൽ ആരെങ്കിലും വിളിച്ച് ആമേൻ എന്തെങ്കിലും കുശല പ്രശ്നം നടത്തുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്നെ തകർക്കാൻ, നിന്റെ കൂട്ടായ്മ ഇല്ലാതാക്കാൻ, നിന്റെ ആത്മീയത ഇല്ലാതാക്കാനുള്ള പരിപാടിയാ രഹസ്യത്തിൽ. ആമേൻ, ആമേൻ. അതെ, നിന്നെ തകർക്കാൻ പദ്ധതിയിട്ട പിശാചിന്റെ പദ്ധതിക്കകത്ത് അകപ്പെട്ട് തകർന്നു പോകാതെ മുമ്പോട്ട് പോകുവാൻ നിന്നെ നയിക്കുന്ന നല്ല നായകന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. നോക്കുക, കാര്യങ്ങളുടെ വ്യക്തത രഹസ്യത്തിൽ ചോദിക്കുക. എപ്പോഴാ ആമേൻ നിങ്ങൾ ഈ ശബ്ദം കേട്ടത്? എപ്പോഴാ നക്ഷത്രം നിങ്ങൾ കണ്ടത്? ആമേ. ഈ രഹസ്യങ്ങളെ ചോദിക്കുന്നത് ആരോടാ? ആമേ, വിദ്വാൻമാരോടാ. എന്താ രാജാവേ, നീ ഉറങ്ങിക്കിടന്നപ്പോൾ നിനക്ക് ഈ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞത് പോയത്? എന്താ രാജാവേ, നിനക്ക് ഈ നക്ഷത്രം ഉദിക്കാതിരുന്നത്? എന്താ രാജാവേ, നിനക്ക് ആമേ ഈ വഴികാട്ടിയെ വെളിപ്പെടാതിരുന്നത്? ആമേൻ. ഹല്ലേലൂയ. അതെ, വിദ്വാൻമാർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടുവാൻ കാരണം എന്താ? ഇന്ന് രാത്രി കൃപ, അതെ, അവർക്ക് ലഭിക്കാത്ത വെളിപ്പാട്, അവർക്ക് ലഭിക്കാത്ത ദർശനം സ്വർഗം നിനക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അത് നിന്നോടുള്ള കൃപയാണ്, അത് നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. നിന്നെക്കാട്ടിലും കഴിവുള്ളവര്, നിന്നെക്കാട്ടിലും പണമുള്ളവര്, നിന്നെക്കാട്ടിലും പ്രതാപമുള്ളവര് നിന്റെ ചുറ്റുപാടുമുള്ളപ്പോ അവർക്കാർക്കും അറിയുവാൻ കഴിയാത്ത സത്യ വചനം അറിയുവാൻ, ഗ്രഹിക്കുവാൻ, അതിനെ പിൻപറ്റുവാൻ, അതെ, നിനക്ക് ദൈവം കൃപ തന്നിരിക്കുന്നത് നീ കഴിവുള്ളവനായിരുന്നത് കൊണ്ടല്ല, നിന്റെ കഴിവ് ഇല്ലായ്മ കൊണ്ടാ ദൈവം നിനക്ക് ഇത് നൽകി തന്നത്. ഹല്ലേലൂയ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്ത ദൈവം രാജാവേ, നിനക്കിത് വെളിപ്പെട്ട് കിട്ടാതെ പോയതെന്തുകൊണ്ടാണെന്നറിയാമോ? അതെ, ഉയർന്ന ആമേൻ അഹങ്കാരം. ഹല്ലേലൂയ. ചിലരങ്ങനല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരെ കണ്ടുകൂടാ, വീട്ടുകാരെ കണ്ടുകൂടാ, സഹോദരങ്ങളെ കണ്ടുകൂടാ. ചില വീട്ടില് ചിലത് അങ്ങനെയല്ലേ, ആമേ, നല്ല ഡ്രസ്സ്, നല്ല വണ്ടി, നല്ല വാഹനം, നല്ല മക്കൾ ഒക്കെ ഉണ്ട്. അതിൽ അഹങ്കരിച്ച് നടക്കുന്നവരുണ്ട്. അവർക്ക് മറ്റുള്ളവരെ പുച്ഛമാ.
അങ്ങനെ പുച്ഛിച്ച് തള്ളി അതെ വെളിയിൽ ആമേൻ അതെ ആ മഞ്ഞും കൊണ്ട് ആമേൻ അത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വിദ്വാൻമാർക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യം ആമേൻ അവര് പിൻപറ്റുകയാണ്, അവർ പിൻചെല്ലുകയാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചുവെന്നുള്ള സന്ദേശം ലോകത്തോട് പറയുവാൻ ആദ്യം അവസരം ലഭിച്ചത് ആർക്കാ? ഹല്ലേലൂയ. വിദ്വാൻമാർക്ക്. സഹോദര, നിന്റെ കയ്യിൽ പണമില്ലായിരിക്കാം, നിനക്ക് പേരും പ്രശംസയില്ലായിരിക്കാം, നിനക്ക് പറയത്തക്കതൊന്നുമില്ലായിരിക്കാം. പക്ഷേ അവിടെ ഈ യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം നിനക്കുണ്ടായോ? ഇന്ന് നീ വട്ട പൂജ്യമായിരിക്കാം, നിന്നെ കാണുന്നവർക്ക് ആമേൻ മനസ്സിലാകുന്നില്ലായിരിക്കാം. നോക്കിക്കേ, ആട്ടിടയന്മാരല്ലേ, നല്ല ജോലിയല്ലേ, ആടിനെ മേയ്ക്കുന്ന ഇന്ന് കൂലിപ്പണിക്ക് പോയാല് ഇന്ന് ആ മേസ്തിരി എന്ന് ആ ജോലിക്ക് പോയാല് കയ്യാളായിട്ട് പോയാല് ഒരു ദിവസം 1000, 1200, 1300 ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ഒന്ന് കണക്കാക്കിക്ക്. ഒരു ദിവസം ആമേൻ അത് 25 ദിവസം ജോലി ചെയ്താൽ 25,000 രൂപ വാങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന് ഒരു ദിവസം 1000 രൂപ ചെലവില്ലല്ലോ. അപ്പോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആമേൻ ജീവിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റ് നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരെക്കാട്ടിലും മാന്യമായ നിലയിൽ ജീവിക്കുവാൻ കൂലി ലഭിക്കുന്ന നാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ആട്ടിടയന്മാര് അതേ വേല ചെയ്യുന്നു, അവർക്ക് സാമാന്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. പക്ഷേ അവരെ സമൂഹം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ മുദ്ര കുത്തിയിട്ടിരിക്കുക. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ആമേൻ. അതെ, അന്ന് ആ നിലയിൽ ആമേൻ അവരോടൊപ്പം ആമേൻ ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അതേ കൊട്ടാരത്തിൽ മിഷ്ടാന ഭോജനം കഴിച്ച് കിടക്കുന്ന രാജാക്കന്മാരെ പോലെ കിടക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അവർ വെളിമ്പ്രദേശത്ത് ആട്ടിന്റെ വേലയുമായി ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിദ്വാൻമാർക്ക് എന്ത് ചെയ്തു? നക്ഷത്രം ഉദിച്ചു. ഹല്ലേലൂയ. അവനാണ് കൊട്ടാരത്തിൽ മിഷ്ടാന ഭോജനം കഴിച്ച് ഉറക്കം വരാതെ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം യുദ്ധം ഉണ്ടെന്ന് കേട്ടാൽ യുദ്ധത്തിൽ ആരെ അയക്കണമെന്ന് തലയ്ക്കകത്ത് ടെൻഷൻ ഉണ്ടാക്കി അല്ലേ? മുതലാളിമാർ അങ്ങനെയല്ലേ? അവർക്ക് ഉറക്കമില്ല. നാളെ എന്താകും? നാളെ ഈ ലക്ഷങ്ങൾ മുടക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ വിറ്റുപോയില്ലെങ്കിൽ, നഷ്ടം വന്നാൽ, സാമ്പത്തിക ഇടിവ് വന്നാൽ, അതെ ലോൺ എടുത്ത് തുടങ്ങിയ അല്ലെങ്കിൽ അതെ വെട്ടിപ്പിടിച്ചിരിക്കുന്ന ആമേൻ ഇതൊക്കെ എന്തായിത്തീരും? അതുകൊണ്ട് ആമേൻ അതെ രാജാക്കന്മാരായി ജീവിക്കുന്നവര് ആമേൻ അവർക്ക് സ്വസ്ഥതയില്ല. നാളെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? എന്നാൽ കൂലിപ്പണിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടേലുണ്ട്, ഇല്ലേ ഇല്ല, അവന് പ്രയാസമില്ല. നോക്കണേ, ഞാന് ആരെയും താഴ്ത്താനോ ആരെയും ഉയർത്തുവാനോ അല്ല പറയുന്നത്. ആമേൻ ഇതിനകത്തൊരു സന്ദേശം നിങ്ങളോട് പറയുവാനായിട്ടാ. ആമേൻ രാജാ കൊട്ടാരത്തിൽ രാജകീയ പ്രൗഢിയിൽ താമസിച്ച രാജാവിന് വെളിപ്പെട്ട് കെട്ടാത്ത സത്യം ആട്ടിടയന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. ആ വെളിപ്പാടനുസരിച്ച് അവരെത്തപ്പെട്ടത് എവിടെയാണ്? ആമേൻ രാജാക്കന്മാരെടുത്ത. ഇന്ന് പലർക്കും തെറ്റുപറ്റുകയാണ്. ആമേൻ ദർശനം കറക്റ്റാ, ഇറങ്ങിയതും ശരിയാ, പക്ഷെ ഇപ്പൊ അന്വേഷിച്ചു പോകുന്ന എങ്ങോട്ടാന്നറിയാമോ? പാന്റും ഷോട്ടും കൂട്ടും ഓടി കാറും പിന്നെ പ്രൗഢിയൊക്കെ ഉള്ള ആമേൻ ആളുകളുണ്ടെങ്കിൽ സാറേ തൊഴുത് നിന്ന് ഹലോ അതെ ഹന്ന നിന്ദിക്കപ്പെട്ട് ആമേൻ അതെ ദൈവാലയത്തിൽ ചെന്ന് കരഞ്ഞ് ആ കരച്ചിൽ എന്താണെന്ന് തിരിച്ചറിയാതെ സംസാരിച്ച ഏലി പുരോഹിതന്റെ സംഭാഷണത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇന്നും ദർശനമില്ലാതെ ദർശനമെല്ലാം നഷ്ടപ്പെട്ട് ആയിരിക്കുന്നവരുടെ മുമ്പിൽ പോയി തൊഴുതു നിൽക്കുന്നവരുണ്ട്. അന്ന് ഹന്ന ചെന്ന് പ്രാർത്ഥിച്ചത് ആമേൻ മനസ്സിലായില്ലെന്ന്, എങ്കിലും ആമേൻ മുൻ അഭിഷക്തനായതുകൊണ്ട് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് മറുപടി ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകനെ കൊണ്ട് വീണ്ടും ഈ ആലയത്തിലെത്തി.
ഹല്ലേലൂയ. ശൗമേലേ ശൗമേലേ എന്നുള്ള വിളി അവൻ കേൾക്കുന്നുണ്ട്, പക്ഷെ അവൻ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അവൻ ആമേൻ ഏലിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചു, പോയി കിടന്ന് ഉറങ്ങടാ, പോയി കിടന്ന് ഉറങ്ങടാ. മൂന്നാം വട്ടവും കേട്ടപ്പോഴാണ്, മൂന്നാം പ്രാവശ്യവും കേട്ടപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അവനെ വിളിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നോക്കണേ, വിദ്വാൻമാര് തെറ്റിദ്ധരിച്ചു. എവിടെയാണ് യേശു ജനിക്കുക? കൊട്ടാരത്തിലാണ്. അവിടെ ചെല്ലുമ്പോഴാണ് രാജാവും പടയാളികളും അണികളും കാര്യമറിയുന്നത്. അങ്ങനെ വിദ്വാൻമാരെ രഹസ്യത്തിൽ വിളിച്ചു ചോദിക്കുകയാ, എവിടെയാണ് അവൻ ജനിച്ചത്? അതെ, നിക്കോദോമോസ് പള്ളിപ്രമാണിയാ. രാത്രിയിലെ രഹസ്യത്തിൽ ആരും കാണാതെ അരുമനാഥന്റെ അടുത്ത് വന്ന് സംഭാഷണം നടത്തിയതുപോലെ ഇവിടെ ഇതാ യേശു ക്രിസ്തുവിന്റെ ആ തിരുപ്പിറവി, ആ ജനന, അതെ, അറിയാതിരുന്ന രാജാവ് അറിഞ്ഞപ്പോ രഹസ്യത്തിൽ ചോദിച്ചു. എന്തിനാ ഈ രഹസ്യത്തിൽ? അല്ലെ, ഈ കൊട്ടേഷനൊക്കെ രഹസ്യത്തിലല്ലേ? കൊന്നുകളയാനാ കേട്ടോ, കൊന്നുകളയാനാ, ആരാധിക്കാനല്ല, ദൈവമഹത്വത്തിനല്ല. അപ്പൊ രഹസ്യത്തിൽ വന്ന് ചില പരിപാടികൾ നടത്തുന്നവരുണ്ട്, സൂക്ഷിച്ചോട. നിന്റെ ആത്മീയത, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന തകർത്ത് കളയാനാ. വായിക്കാം. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. നോക്കിക്കേ, വിദ്വാൻമാർക്ക് ഉറപ്പുണ്ട്, ഈ നക്ഷത്രം ചെന്ന് നിൽക്കുന്നിടത്ത് ഞങ്ങൾ അവനെ കാണും. പക്ഷേ രാജാവിന് ഉറപ്പില്ല. അതുകൊണ്ട് അവന്റെ വാക്ക് കണ്ടോ, കണ്ടെത്തിയാൽ. ഈ സാത്താന്റെ തന്ത്രം നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. കല്ലിനോട് കൽപ്പിക്കുക, എന്നെ ഒന്ന് വണങ്ങിയ ഇതെല്ലാം എന്ത് ചെയ്യാ, നീ ഒന്ന് താഴോട്ട് ചാട്. അപ്പൊ സാത്താൻ എപ്പോഴും ഒരുത്തനെ തകർക്കുന്നത് ഏത് നിലയിലാ? തിന്നാൽ. തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ദൈവം ചോദിക്കുന്നത് പോലെ, ദൈവം സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ട് ആര് വരുന്നത്? പിശാച് വരുന്നത്. തിന്നരുതെന്ന് കാല് കല്ലിൽ തട്ടി പോകാതിരിക്കുവാൻ. ഹല്ലേലൂയ. അപ്പൊ ശൈലിയിലൂടെയും ഭാവത്തിലൂടെയും സ്തുതിയിലൂടെയും അവൻ വന്ന് തെറ്റിച്ച് കളയുവാൻ. ഇത് അന്ത്യകാലമായതുകൊണ്ട് സാധ്യതയുണ്ട്, വളരെ സൂക്ഷിക്കണം. അപ്പോ രഹസ്യത്തിൽ ആമേൻ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേഗം വായിച്ചു. രാജാവ് പറഞ്ഞത് കേട്ട് പുറപ്പെട്ടു. കൊണ്ടോ, നിന്നെ നയിക്കുവാൻ ദൈവം ഒരു നക്ഷത്രത്തെ എന്ത് ചെയ്തു? ഉദിപ്പിച്ചു. ആ നക്ഷത്രത്തെയാണ് ആ വിദ്വാൻമാര് ഫോളോ ചെയ്തത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് അവര് കണ്ടത്, അവര് എത്തിയത് ശിശു കിടക്കുന്ന വീട്ടിലാണ്. ഹല്ലേലൂയ. അവിടെ ചെന്ന് യേശുവിന്റെ അമ്മയായ മറിയോടുകൂടെ അവനെ എന്ത് ചെയ്തു? യേശുവിന്റെ അമ്മേനെ നമസ്കരിച്ചു എന്നല്ല, അമ്മയോട് കൂടെ ആരെ നമസ്കരിച്ചു? അപ്പൊ അമ്മയും ആ മകനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതുകൊണ്ട് ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള വസ്തുത സത്യമാണ്. പക്ഷെ അത് ഡിസംബർ 25 ബൈബിളിൽ എവിടെയുമില്ല. ജനിച്ചു എന്നുള്ളത് സത്യം. ആ ജനിച്ച തീയതിയെ നമ്മൾ മാനുഷികമായി വിലയിരുത്തുമ്പോൾ ഡിസംബർ 25 യാതൊരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് അന്നേ ദിവസം ഒരാഘോഷമായി നാം ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നിന്റെ ജീവിതത്തിൽ എപ്പോൾ ജനിച്ചു, നിന്റെ ഹൃദയത്തിൽ ജനിച്ചു, അപ്പോഴാണ് നീ ഒരു ക്രിസ്ത്യാനിയായി, ഒരു ദൈവവൈതലായി മാറ്റപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. നീ ഈ പാപമുള്ള ലോകത്തിൽ നിന്ന് പാപമില്ലാത്തവനായി ജീവിക്കുവാൻ കൃപ ലഭിച്ചത് അന്ന് ലഭിച്ച സന്തോഷം നിത്യത വരെ നിലനിർത്തുവാൻ നീ കടപ്പെട്ടവരാ.
ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചുവെന്നുള്ള സന്ദേശം ലോകത്തോട് അറിയിക്കുവാൻ രണ്ട് വിദ്വാൻമാർക്ക് അവസരം കിട്ടിയത്. യേശു ക്രിസ്തു ക്രൂശിൽ അത് യാഗമായി കല്ലറയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ആമേൻ കണ്ട് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചത് രണ്ട് സഹോദരിമാർക്കാണ്. കരമടിച്ച കർത്താവിനെ മഹത്വപ്പെടും. ഭൂമിയിൽ രണ്ടുപേർ ഐക്യബന്ധപ്പെട്ടാൽ, രണ്ട് സഹോദരന്മാർ തമ്മിൽ ഐക്യതപ്പെട്ടാൽ, രണ്ട് സഹോദരിമാർ തമ്മിൽ ഐക്യബന്ധപ്പെട്ടാൽ, അല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യബന്ധപ്പെട്ടാൽ, ആമേ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. നമുക്കറിയാം, പത്രോസും യോഹന്നാനും ഒരുമിച്ച് നിന്നെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ഒരുമിച്ച് ആരാധിച്ചപ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അതേ മാർത്തയും എലിസബത്തും തമ്മിൽ ഒന്നിച്ചപ്പോൾ അവരുടെ അകത്ത് ആത്മാവിന്റെ ഐക്യതയിൽ അകത്ത് കടന്ന പിള്ളകൾ തുള്ളി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, ആത്മാവിന്റെ ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 120 പേർ അടങ്ങുന്ന സംഘം, അതെ 60 അല്ലേ? ആമേൻ. 60 പേര് ഐക്യതപ്പെട്ട് ഇരുന്നെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് ഐക്യതയോടെ ഇരുന്ന് നോക്കിക്കേ. യെസ്, ദൈവപ്രവൃത്തി വെളിപ്പെടും. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സന്തോഷകരമായ ഈ മാസത്തിൽ എന്ന് പറഞ്ഞാൽ, ഈ മാസം എന്ന് കേൾക്കുമ്പോ ഒത്തിരി ആൾക്ക് ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ക്രിസ്മസിന്റെ പേരില് ഗിഫ്റ്റുകൾ കിട്ടുമല്ലോ, ക്രിസ്മസ് കാർഡുകളൊക്കെ, അല്ലെ? എന്തൊരു സന്തോഷകരമായ അനുഭവം അല്ലെ? ഹല്ലേലൂയ. നിങ്ങളുടെ വായുടെ ആത്മീയ ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വായെ അതിനുവേണ്ടി ശീലിപ്പിക്കുക. ഹല്ലേലൂയ. ഇപ്പോ ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള സന്ദേശവുമായി വിദ്വാൻമാര് പോയതുപോലെ, അതെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശവുമായി അതെ ആ മറിയമാർ പോയതുപോലെ ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ ആമേൻ കൃപ ലഭിച്ചവർ, വിളിയുള്ളവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ പിശുക്ക് കാണിക്കരുതേ. നീ സ്തോത്രം പറയാൻ നിന്റെ നാവിനെ എന്ത് ചെയ്യണം? അഭ്യസിപ്പിക്കണം. ഹല്ലേലൂയ. ആമേൻ. പഴയ ഉടമ്പടിയിൽ യാഗങ്ങൾ അർപ്പിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളും പുതിയ ഉടമ്പടിയുടെ പുരോഹിതന്മാരാണെന്ന് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ശ്ലീഹ ആത്മാവിൽ നിറഞ്ഞെഴുതി. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുകയാ. ഇന്ന് രാത്രി അതേ രാജാവിനെ ആമേൻ കുണ്ടറയിൽ കിടക്കുന്നവനെയും പണിയുവാൻ ശക്തനായ ദൈവം സ്നേഹിതാ, നിനക്ക് പണമുണ്ടാകാം, നിനക്ക് കഴിവുണ്ടാകാം, നിനക്ക് പ്രതാപമുണ്ടാകാം. ഒരു പക്ഷേ നീ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവനാകാം, നിനക്ക് പണമില്ലാകാം, നിനക്ക് കഴിവില്ലാകാം. എന്തുമാകട്ടെ, നിന്നെ പണിയുവാൻ അതേ വിദ്വാൻമാരെ ഉപയോഗിച്ചതുപോലെ ആമേൻ നിന്നെ അതേ പണിയുവാൻ ഇന്ന് രാത്രി സ്വർഗം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവന്റെ വിളി കേട്ട് ഇറങ്ങിയവരെ തന്റെ ആത്മാവിനാൽ ചേർത്ത് നിർത്തി അവൻ പണിയുന്ന രാത്രിയാ ഇന്ന് രാത്രി. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതെ, ഞാൻ ശ്രേഷ്ഠവും മാന്യമായൊരു മൂലക്കല്ല് സീയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല. അതെ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി തീർത്ത സ്വർഗത്തിലെ ദൈവം സ്നേഹിത, ഇന്ന് രാത്രി നീ ലജ്ജിച്ചു പോകാതിരിക്കുവാൻ, നിന്നെ ക്രിസ്തുവിലൂടെ പണിതെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാ. പരിശുദ്ധാത്മാവിനെ നിറച്ച് നിന്നെ ഈ പ്രതികൂലമുള്ള പ്രതിസന്ധിയുള്ള ലോകത്ത് തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് നിത്യ രാജ്യത്തിന് അവകാശിയാക്കി മാറ്റുവാൻ കാലങ്ങൾക്കപ്പുറം പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയായ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ നാളിതുവരെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ അത് ആമേൻ അതേ തള്ളിക്കളയാതെ, അത് നിഷേധിക്കാതെ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. വിശ്വസിക്കുക.
വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ പിതാവ് ഈ ഭൂമിയിൽ നൽകിയ നാമം, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരികയാ. അവർ വചനം അനുസരിക്കുകയാ. ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആ തിരിച്ചറിവുള്ളവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആ വിദ്വാൻമാരെ പോലെ ആമേൻ നിങ്ങളുടെ നാവ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ആമേൻ യേശു കർത്താവിനെ കുറിച്ച്, അവന്റെ ജനനത്തെ കുറിച്ച്, അവന്റെ വരവിനെ കുറിച്ച്, അവന്റെ വീണ്ടും വരവിനെ കുറിച്ച്, അവന്റെ മടങ്ങി വരവിനെ കുറിച്ച്, ഇവിടെ നിന്ന് സഭ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് ആമേൻ നിന്റെ നാവിലൂടെ വെളിയിലേക്ക് കേൾക്കട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കട്ടെ, നിന്റെ കൂടപ്പറപ്പ് കേൾക്കട്ടെ. ഹല്ലേലൂയ. വാതുറക്കുന്നത് തിന്നാൻ വേണ്ടി ആകരുത്. വാതുറക്കേണ്ടത് അസഭ്യം പറയേണ്ടതിനാകരുത് എന്ന് പറഞ്ഞാൽ വാതുറക്കേണ്ടത് കള്ളുകുടിക്കാൻ ആകരുത്. വാതുറക്കുന്നത് അസഭ്യം പറയാനാകരുത്. നിന്റെ ശരീരത്തിന് ആരോഗ്യം ആവശ്യമാണ്. അതുകൊണ്ട് നീ വാതുറന്ന് നിന്റെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരം കഴിക്കണം. ആഹാരം കഴിച്ച് കിട്ടുന്ന ആരോഗ്യം കൊണ്ട് ആമേ നീ അസഭ്യം പറഞ്ഞ്, ആമേ നീ ദോഷം ചെയ്ത് നിന്റെ ജീവിതം കൊലയ്ക്കരുത്. ആമേ നിന്റെ നാവ് കൊണ്ട് ആമേ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ ദൈവം നൽകുന്ന ആലോചന പറയണം. ആമേൻ സമൂഹത്തിന് നീ നല്ലവനാകണം. രാജ്യത്തിന് നീ നല്ലവനാകണം. നീ സമാധാനം ഉണ്ടാക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകം ആമേൻ 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു. ഹല്ലേലൂയ. വായിക്കാം. ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വേഗം വായിച്ചു. വെളിപ്പാട് 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പൊക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. നമ്മുടെ മഹത്വം, നമ്മുടെ ബലം എല്ലാം നമ്മുടെ കർത്താവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പി. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അതുകൊണ്ട് ഈ നാമം സ്തുതിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോ ായിരിക്കുന്ന യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം എടുത്താൽ ഹല്ലേലൂയ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. 10 കമ്പിയുള്ള കണ്ടോ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവിൻ. തപ്പെടുത്ത് നൃത്തം ചെയ്യണം. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ തിരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എൻ്റെ യേശുവിന്. സങ്കീർത്തനം 33:1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പായി. ഹല്ലേലൂയ. അതെ ആമേൻ. അതെ ഞാൻ ഓർപ്പിച്ച വേദഭാഗം വായിക്കാം. യാക്കോബ് 3:1 മുതൽ. സഹോദരന്മാരെ
സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടന്മാർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഹല്ലേലൂയ. നാം എല്ലാവരും പലതിലും എന്ത് ചെയ്യുന്നു? തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരം മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർണ്ണനായ പുരുഷനായി മാറുന്നു. ഹല്ലേലൂയ. കുതിരയെ അധീനമാക്കുവാൻ അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതാകയാലും ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട്. നാം ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. ആമേൻ. നോക്കുക, അപ്പോ നമ്മുടെ നാവ് നമുക്ക് ദോഷമായി മാറാത്ത വിധത്തിൽ നമ്മുടെ നാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാവിന്മേൽ ദൈവാത്മാവിന്റെ ഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് രാത്രി ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും. എങ്ങനെയാണ് നീതിമാന്മാരാകുന്നത്? ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവിന്റെ സന്നിധിയിൽ എത്തിക്കുവാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, ഹല്ലേലൂയ, അവന്റെ രക്തത്താൽ ആണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ നീതിമാന്മാരായവര് അവൻ നാവ് കൊണ്ട് എന്ത് ചെയ്യണം? യഹോവയെ ഘോഷിച്ചുല്ലസിക്കണം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടും. അവന് സ്തുതി പാടുകയും ഘോഷസ്വരത്തോടെ നന്നായി ആദ്യം വായിപ്പായി. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ കാര്യങ്ങൾ ശരിയായി മാറുന്നില്ലെങ്കിൽ ഒരിക്കലും പരാതിപ്പെടുകയോ പിറുപിറുക്കുകയോ ചെയ്യരുത്. അതിനുപരി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ ഒരു പരീക്ഷണമായി കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. കൊടുങ്കാറ്റുകളെ ശാസിക്കുവാൻ അധികാരം നൽകിയ ആ കർത്താവിന്റെ അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങളെ ശാസിക്കുക. അത് ശാന്തമാകുക തന്നെ ചെയ്യും. ആമേൻ. നിങ്ങളുടെ ആശയവിനവും വിനയവും ഹല്ലേലൂയ അത് ഉച്ചാരണവും അത് ജീവിതം ഹല്ലേലൂയ വിശ്വാസം പ്രത്യാശ ഹല്ലേലൂയ അതെ നന്ദി പ്രകടനം ഹല്ലേലൂയ എന്നിവ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാകണം. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാക്കുകളിൽ അതേ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. നിങ്ങളുടെ അന്തരീക്ഷം ഹല്ലേലൂയ മാറും. ഹല്ലേലൂയ നിങ്ങൾക്ക് പലർക്കും അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അത് മഹത്വമായി വെളിപ്പെടുവാനും തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള സത്യം ഉൾക്കൊള്ളുവാൻ അറിയുവാൻ അവിടുന്ന് കൃപ നൽകിയതിനായി സ്തോത്രം. ആ കർത്താവിനെ വിശ്വസിച്ച് ആ കർത്താവിന്റെ വചനം വായിച്ച് എന്റെ വായെ ആമേൻ അത് ശുദ്ധീകരിച്ച് ഹല്ലേലൂയ എന്റെ നാവിനെ ശുദ്ധീകരിച്ച് ആമേൻ ജീവിക്കുവാൻ ഉതകുന്ന വചനം ഇന്ന് രാത്രി വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അയ്യോ ഞാൻ അതരശുദ്ധിയില്ലാത്ത ആമേൻ അതെ അതെ നാവുള്ളവനെന്ന് ഹല്ലേലൂയ അതെ നിലവിളിച്ച യെശയ്യാവിന്റെ നാവിനെ ശുദ്ധീകരിച്ച ദൈവമേ, ഇന്ന് രാത്രി അതരശുദ്ധി പ്രാപിച്ചു
സ്തോത്രമെന്ന അധർഫലം ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്റെ നാവിലൂടെ, അവരുടെ ചിന്തയിലൂടെ, അവരുടെ പ്രവൃത്തിയിലൂടെ ദൈവനാമം ദുഷിക്കപ്പെടത്തക്ക വിധത്തിൽ പ്രതിയോഗിയായ പിശാചനേറെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച് ആമേൻ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യത്തക്ക വിധത്തിൽ വായികൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രഖ്യാപിക്കുവാൻ ഉതകുന്ന വചനം വെളിപ്പെടുത്തി അവിടുത്തെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വായ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ, അതേ നിരന്തരം അതിനെ ശീലിപ്പിക്കുവാൻ, ആമേൻ അന്യഭാഷയോട് കൂടെ ദൈവത്തോട് സംസാരിക്കുവാൻ, തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗം സഹായിച്ചു. യേശുവിന്റെ നാമത്തിലുള്ള ആമേൻ ഭൂമിയിലെ അനേക ആമേൻ ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവും അത് കൽപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി അവിടുത്തെ അധികാരത്തോടെ ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ എല്ലാം നീങ്ങി അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ ഉതകുന്ന ഒരാമണ്ഡലം ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ ഓപ്പണായി വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഓരോ ഭവനങ്ങളും മാറ്റപ്പെടണം. നിരാശകൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെയാണ് ഭയപ്പെടുക? യഹോവ എന്റെ ജീവിതത്തിന്റെ ബലമാണ്, ഞാൻ ആരെയാണ് ഭയപ്പെടുക? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എല്ലാ ആമേൻ നെഗറ്റീവ് ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. പോസിറ്റീവ് ഭയം എല്ലാവരിലും ഉണ്ടാകട്ടെ, ദൈവ ഭയം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അത് ദൈവവചനം അത് രക്ഷയായി പ്രകാശമായി വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. ഓ റമന ശാന്തരകനകസി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ധൈര്യത്തോടെ അത് സംസാരിക്കുക. ഹല്ലേലൂയ. ഭയത്തിന്റെ ആത്മാവ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് ആമേൻ ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ ഉതകുന്ന ആമേൻ ഉയരത്തിൽ അഭിഷേകത്താൽ ജനം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ നിങ്ങളെ നയിക്കുന്ന ആമേൻ ദൈവവചനം, നിങ്ങളെ നയിക്കുന്ന ആത്മാവിന്റെ നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ള ആമേൻ ആ അനുഭവം വ്യക്തി ജീവിതങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഹൃദയത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം ധൈര്യത്തോടെ ജയകരമായ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിക്കും. പുത്രനായ യേശുവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ച് പ്രാർത്ഥിക്കുവാൻ സന്തോഷമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനായിട്ട് 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീര പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ മെസ്സേജ് അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക. മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.